പ്രിയ സഹോദരങ്ങളെ, അനുഗ്രഹീതമായ മറ്റൊരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ നമ്മുടെ സൃഷ്ടിതാവിന് നമുക്ക് മഹത്വം കയറ്റിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ചാനൽ 1 പ്രയർ ടൈം കാണുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുമ്പോൾ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും നിങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്പനിമിഷത്തെ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരുക്കത്തോടെ നമുക്ക് തിരുസലിലേക്ക് അടുത്തു വരാം. വളരെ വേഗത്തിൽ ഒരു ഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാമത് വാക്യം. യേശു അവരോട്, എന്നെ അനുഗമിപ്പി, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരെ ആക്കും. മാർക്ക് ചാപ്റ്റർ 1:17 ആണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ എന്നെ അനുഗമിപ്പി, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശിമോനും അവന്റെ സഹോദരന്മാരും അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവരെ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട് സ്തോത്രം. അപ്പൊ അവർ മീൻ പിടിക്കുന്ന സഹോദരന്മാരോടാണ് കർത്താവ് പറയുന്നത്, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നത്. അവരൊരു നല്ല പ്രൊഫഷൻ, അവരുടെ ജീവിത ഉപാധികൾക്ക് വേണ്ടി അവർ അവരുടേതായി ഉണ്ടായിരുന്നു. എല്ലാ പ്രൊഫഷനുകളും ഏറ്റവും മാന്യതയുള്ളത് കേട്ടോ. അതിപ്പോൾ റബ്ബർ വെട്ടിയാലും ഓട്ടോ ഓടിച്ചാലും മീൻ കച്ചവടം നടത്തിയാലും കോൺട്രാക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും ഇനി കളക്ടർ ആയാലും മന്ത്രി ആയാലും എല്ലാം ഏത് പ്രൊഫഷൻ ഏത് ചെയ്താലും അതെല്ലാം അനുഗ്രഹിക്കപ്പെട്ട പ്രൊഫഷൻ തന്നെയാണ്. അതെല്ലാം ദൈവത്താൽ നിയുക്തമായി മനുഷ്യന് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്നതാണ്. അത് ചെയ്യുന്നതിൽ ഏറ്റവും മാന്യത നമ്മൾ വിചാരിക്കണം, ശ്രേഷ്ഠത നമ്മൾ വിചാരിക്കണം. നമുക്ക് ആ ഒരു പദവി, ആ ഒരു മാന്യത, അത് ഏത് ജോലിയായിരുന്നു ആ രീതിയിൽ തന്നെ കാണണം. അതിനൊട്ടും കുറച്ച് നിങ്ങൾ ആരും കാണരുത്, എനിക്ക് ഈ ജോലിയുള്ളൂ അവർക്ക് ആ ജോലിയുണ്ട്, അങ്ങനെ കാണരുത്. നിങ്ങൾ ഈ ജോലി ചെയ്യുന്നത് ദൈവത്തിന് ഏറ്റവും സന്തോഷകരമാണ്. നിങ്ങളത് വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ ദൈവത്തിന് പ്രസാദകരമായി തീരും. വലിയൊരു ജോലിയിൽ ഇരുന്നിട്ട് അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു, ചെറിയൊരു സ്ഥാനത്തിരുന്നു കൊണ്ട് അത് വിശ്വസ്തയോടെ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഭൗതിക ലോകത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അതിന് വിഭിന്നമായ സ്തോത്രം ഏറ്റക്കുറച്ചിലുകളൊക്കെ തോന്നും. അത് മനുഷ്യന്റെ മനസ്സിന്റെ വൈകല്യം കൊണ്ട് തോന്നുന്നതാണ്. പക്ഷെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏത് ജോലിയായിരുന്നാലും അത് വിശ്വസ്തയോടെ ചെയ്യുന്നിടത്താണ് അതിന്റെ മാന്യതയും അതിന്റെ പവിത്രതയും ദൈവസന്നിധിയിൽ വിലമതിക്കാത്തതുമായി തീരുന്നത്. അല്ലാതെ എനിക്കോ നിങ്ങൾക്കോ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമുണ്ടോ, ഒരുപാട് പൈസ കിട്ടുന്ന നല്ലൊരു വരുമാനമുള്ള നല്ലൊരു പ്രൊഫഷനുണ്ട്, അതിലിരുന്നുകൊണ്ട് അവിശ്വസ്തത കാണിക്കുകയും മറ്റുള്ളവരെ വഞ്ചിക്കുകയും കൂറില്ലായ്മ കാണിക്കുകയും ചെയ്യുന്ന ആ ജോലിയേക്കാൾ എത്രയോ ശ്രേഷ്ഠകരമായിരിക്കും. നമുക്ക് ചെയ്യുന്ന ഒരു കൂലിപ്പണിയാണെങ്കിലും അത് വിശ്വസ്തയോടെ രാവിലെ 8 മണിക്ക് ഇറങ്ങി 5 മണി വരെ വിശ്വസ്തയോടെ അതിനകത്തൊരു ജോലി ചെയ്തു അതിന്റെ പൈസ വാങ്ങുന്നത് 100% ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെയാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിനുണ്ടാകുന്ന ഏറ്റവും വിലപിടിപ്പും മാന്യതയും പവിത്രതയും മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജോലിയും വിലയേറിയതാണെന്ന് ഞാൻ പ്രാരംഭമായി അങ്ങ് ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ചെയ്യുന്നതിലൂടെ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കും. നമ്മൾ ഈ ഭൂമിയിൽ ഏത് ചെയ്താലും ക്രിസ്തുവിന് എന്നവണ്ണം ചെയ്യാനാണ്. നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിന് എന്നവണ്ണം ചെയ്യണമെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയായിരുന്നാലും അത് കർത്താവിന് എന്നവണ്ണം ചെയ്യും. ഒരു ഓട്ടോ ഓടിക്കുന്നതാകട്ടെ, ഒരു റബ്ബർ വെട്ടുന്നതാകട്ടെ, കൂലിപ്പണി ചെയ്യുന്നതാകട്ടെ, വണ്ടി ഓടിക്കുന്നതാകട്ടെ, ഡോക്ടറാകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, പ്രൊഫഷണൽ ഏതുമാകട്ടെ, കലാകാരനാകട്ടെ, എന്ത് ചെയ്താലും അഹങ്കാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല, തലയ്ക്ക് പിടിച്ച് ചെയ്യാൻ പാടില്ല. മാന്യതയോടെ ദൈവം എനിക്ക് ദാനമായി നൽകി, ഇതിൽ ഞാൻ വിശ്വസ്തനായിരിക്കണം. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ, അതിന്റെ ഉടമസ്ഥരുമായിട്ടുള്ള ബന്ധങ്ങളിൽ, സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങളിൽ സകലയിടത്തും വിശ്വസ്തയോടെ ചെയ്യുന്നിടത്താണ് സ്വതന്ത്രം ദൈവപ്രസാദം ഉണ്ടാകുന്നത്. അതിന്റെ ഒരു പവിത്രത വേറെയാണ്. അതാണ് സ്വതന്ത്രം നമ്മളെ ക്രിസ്തുവിൽ വേറിട്ടവരാക്കി തീർക്കുന്നത്. അപ്പൊ ദൈവത്തിന് വേണ്ടി എന്നവണ്ണം വേണം ഏത് കാര്യം ചെയ്താലും ചെയ്യുവാൻ എന്നുള്ളത്. ദൈവമാണ് ഇങ്ങനൊരു വഴി തുറന്നിരിക്കുന്നതും ഇങ്ങനൊരു കാര്യം ചെയ്യുവാൻ എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു. കർത്താവിന് മഹത്വം. ഞാനത് പറയാനല്ല വന്നത്, വളരെ വേഗത്തിൽ എന്നെ ഇൻട്രൊഡക്ഷൻ എടുത്തപ്പോൾ അങ്ങനെ എന്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ 2024 ആദ്യ ആഴ്ചയിലാണ് നിൽക്കുന്നത്. ഞാൻ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദയമായി പ്രാർത്ഥിച്ചൊരു നോട്ട് ഇടുന്നതാണ്. അത് ഞാൻ ഇട്ടില്ല. ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിടുവാൻ ആഗ്രഹിക്കുന്നു. സ്വതന്ത്ര ദൈവത്തിന് മഹത്വം. അപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യം, എന്നെ അനുഗമിച്ചാൽ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നാണ് പറഞ്ഞത്. മനുഷ്യരെ പിടിക്കുക എന്നുള്ളതാണ് ദൈവം ഏൽപ്പിച്ച ഏറ്റവും വലിയ ദൗത്യം. ഭൂമിയിൽ നമ്മളെല്ലാം വ്യത്യസ്തമായ ജോലിയിലും ദൈനംദിന ജീവിതം പുലർത്തുവാൻ വേണ്ടി ഓരോ പ്രൊഫഷനുകളിലും വർക്ക് ചെയ്യുന്നവരാണ്. അതെല്ലാം നല്ലത് തന്നെയാണ്. ദൈവം നമുക്ക് ഉപജീവനത്തിനായി നൽകിയിരിക്കുന്നത്. പക്ഷെ ക്രിസ്തുവിനെ പിൻപറ്റിയ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോരുത്തർക്കും അതിനോട് ചേർന്ന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് മനുഷ്യരെ പിടിക്കുക എന്നുള്ളതാണ്. മനുഷ്യരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ജഡത്തിൽ വസിക്കുന്ന മനുഷ്യനെ പിടിക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ പിടിക്കണം? ആത്മാവിൽ അവരെ പിടിക്കുവാൻ വേണ്ടി, ആത്മാവിൽ അവരെ ചേർക്കുവാൻ വേണ്ടി, ദൈവരാജ്യത്തിലേക്ക് അവരെ അംഗങ്ങളാക്കി തീർക്കുവാൻ വേണ്ടി, ദൈവ മക്കൾ എന്ന പദവിയിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഇപ്പൊ 2024 എന്റെ പ്രിയ സഹോദരങ്ങൾക്ക് ഞാനും നിങ്ങളെയും ഹൃദയംഗമായി ഉത്സാഹിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞാൽ നമുക്ക് മനുഷ്യരെ പിടിക്കുന്നവരാകാം.
ദൈവസന്നിധിയിലേക്ക് അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവരാകാം. പാപത്തിന്റെ ചെങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് ജനത്തെ സ്വതന്ത്രമാക്കുന്നവരാകാം. ഇരുട്ടിന്റെ പ്രവൃത്തികളെ അഴിച്ചുകൊണ്ട് മനുഷ്യരാശിക്ക് വിമോചനം കൽപ്പിക്കുന്നവരാക്കി തീർക്കാം. സത്യവെളിച്ചത്തിലേക്ക് അവരെ നയിക്കുന്നവരായി തീരാം. അതേ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ സ്വതന്ത്രമാക്കുന്നവരായി നമുക്ക് തീരാം. കെട്ടുകളെ അഴിക്കുന്നവരായി നമുക്ക് തീരുവാൻ കഴിയട്ടെ. ഈ പ്രഭാതത്തിൽ എന്നെ കാണുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു വന്നതാ മനുഷ്യരെ പിടിക്കുവാൻ വേണ്ടി. എന്തിനാ തന്റെ ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചതും? ഇരുളിലിരിക്കുന്ന ജനത്തിനു വേണ്ടി അവന്റെ സത്യവെളിച്ചത്തെ പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ്. തിരുവചനം പറയുന്ന അവൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ സ്വതന്ത്രം ഇരുട്ടിൽ അവന്റെ പ്രകാശത്താൽ ഇരുളിലിരിക്കുന്നവർ പ്രകാശിക്കുവാനിടയായി തീരുവാനിടയായി തീരും. എന്നിൽ വിശ്വസിക്കുന്നവൻ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇരുട്ടിൽ യാത്ര ചെയ്യുവാൻ കഴിയത്തില്ല. അവർ വെളിച്ചത്തിന്റെ മക്കളായി മാറുകയാണ്. അവർ വഴി അറിയാതെ കുഴങ്ങുന്നവരാകത്തില്ല, അവർ വഴിയുള്ളവരായി തീരുകയാണ്. ആ ഒരു പദവിയിലേക്ക്, ആ വഴിയിലേക്ക് അവരെ നയിക്കുവാൻ മനുഷ്യരെ പിടിക്കുവാൻ കർത്താവും ചെന്ന് അങ്ങനെയല്ലേ ഓരോരുത്തരെയും ചേർക്കുകയായിരുന്നു. എന്നെ അനുഗമിക്കാൻ പറയും. എന്തിനാണ് എന്നെ അനുഗമിക്കുന്നത്? നിത്യതയ്ക്കുള്ള യാത്രയ്ക്കാണ്. നിത്യതയിലേക്കുള്ള പിതാവിന്റെ ഭവനത്തിലേക്കുള്ള യാത്രയിലാണ്. സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ് പുത്രനായ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് നിത്യതയാണ്. അതെ, ദൈവരാജ്യമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ പദവിയും മാന്യതയും. അപ്പോ നമ്മളെയും കർത്താവാക്കി വെച്ചിരിക്കുന്നത് ഈ ദൈവരാജ്യത്തിലേക്ക് അനേക മനുഷ്യരെ കടത്തിക്കൊണ്ടുവരുവാൻ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ കുടുങ്ങി അല്ലെങ്കിൽ സ്വതന്ത്രം ഇരുട്ടിന്റെ അധികാരി അടിച്ചമർത്തി വെച്ചിരിക്കുന്ന നാശത്തിന്റെ കൂപത്തിൽ പെട്ടുപോയ ജീവിതങ്ങൾ, നിത്യമായ യാതനയ്ക്ക് വേണ്ടി പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന ജീവിതങ്ങൾ, ആ മനുഷ്യരെ പിടിക്കുക എന്നവർ പിടിച്ചെടുക്കുവാൻ വേണ്ടി, ഇരുട്ടിൽ നിന്നവരെ പിടിച്ചെടുക്കുവാൻ വേണ്ടി, നാശത്തിൽ നിന്നവരെ പിടിച്ചെടുക്കുവാൻ വേണ്ടി, തകർച്ചയിൽ നിന്നവരെ കരകയറ്റുവാൻ വേണ്ടി, ബന്ധനങ്ങളിൽ നിന്നവരെ അഴിച്ചെടുക്കുവാൻ വേണ്ടി, അവരെ പിടിച്ച് നിത്യജീവമൊഴികളായ ക്രിസ്തുവിന്റെ മൊഴികളെ പകർന്നുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് അവർക്ക് പ്രവേശനം ഒരുക്കുവാൻ അതിനുവേണ്ടി ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ ഏത് പ്രൊഫഷനിലായിരുന്നാലും കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാണ് നിങ്ങൾ. പലരും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് സ്വതന്ത്രം പ്രാർത്ഥിച്ച് എന്റെയും എന്റെ കുടുംബത്തിന്റെയും കാര്യങ്ങൾ മാത്രം നോക്കി രക്ഷിക്കപ്പെടുന്നത് തന്നെ എന്റെ രോഗം മാറാനും എനിക്കൊരു വീടുണ്ടാകാനും ജോലി ഉണ്ടാകാനും അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ കാലഘട്ടം ലോകം മുഴുവൻ പരക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉപദേശിക്കുകയും അങ്ങനെ ആകർഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളെ ദൈവരാജ്യത്തിലേക്കാണ് കർത്താവ് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ക്ഷണിക്കപ്പെട്ടവരോട് പറയുകയാണ്, സ്വതന്ത്രം നിങ്ങൾ പോയി മനുഷ്യരെ പിടിക്കുന്നവരാകുക. നാശത്തിൽ കിടക്കുന്നവർക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനത്തിന് വേണ്ടി അവരെ പിടിക്കുക, അവരെ കൈപിടിച്ചുയർത്ത്, അവരെ വിളിച്ച് ചേർക്ക്. അതിനുവേണ്ടി ദൈവം. അപ്പൊ എന്നെ കേൾക്കുന്ന രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിലും ഈ 2024 നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകണം. നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നവരാകണം. കെട്ടുകളെ അഴിക്കുന്നവരാകണം. അവരെ ക്രിസ്തുവിലേക്ക് സ്വതന്ത്രമാക്കി എടുക്കുന്നവരായി മാറണം. അങ്ങനത്തെ ഒരു വലിയ ഉത്തരവാദിത്വം ഈ 2024 നിറവേറ്റുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും മാറുവാൻ കഴിയട്ടെ. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ, യാത്രകളിൽ, പോകുന്നിടത്ത്, പരിചയപ്പെടുന്നിടത്ത്, സോഷ്യൽ മീഡിയയിൽ പരിചയങ്ങളിലൊക്കെ നിങ്ങൾ സ്പ്രെഡ് ചെയ്യേണ്ടത് സുവിശേഷമാണ്, ഗോസ്പലാണ് പറയേണ്ടത്. മറ്റുള്ളവരുമായി രഹസ്യമായ സൗഹൃദങ്ങളിലും പരസ്യമായ സംഭാഷണങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട അമൂല്യമായ നിധി എന്ന് പറയുന്നത്, വിലപ്പെട്ട നിധി എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു എന്ന സത്യസുവിശേഷമാണ്. അവരെ ദൈവരാജ്യത്തിലേക്ക് അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന ആ സന്ദേശം, അത് പകരുന്നവരായി, മനുഷ്യരെ പിടിച്ചെടുക്കുന്നവരായി തീരുവാൻ നമ്മൾക്ക് കഴിയട്ടെ. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കാണുന്ന ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. കർത്താവിനെ പിൻഗമിച്ചവരുടെ ആരുടെയും ജീവിതത്തിൽ ഒരിക്കലും ഒരു ശൂന്യതയും അനുഭവിക്കേണ്ടതായി വന്നില്ല. അതുകൂടെ പറയാതിരിക്കാൻ കഴിയത്തില്ലല്ലോ. മനുഷ്യരെ പിടിക്കാൻ കർത്താവ് നിങ്ങളെ എന്നെയും തിരഞ്ഞെടുത്തു. എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കാമെന്ന് പറഞ്ഞു. ദൈവരാജ്യത്തിലേക്ക് സ്വതന്ത്രം നമുക്ക് സ്ഥാനവും തന്നു. ഈ ഭൂമിയിൽ ജഡത്തിൽ നമ്മൾ വാസം ചെയ്യുന്ന കാലം തിരുവചനം പറഞ്ഞു, അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർ ഒരു നന്മയും മുടക്കി വരത്തില്ല. കർത്താവിനെ പിൻഗമിച്ചു. കർത്താവിന്റെ വഴിയിൽ യാത്ര ചെയ്യുക. അവിടെ നന്മയൊന്നും മുടക്കാതെ കർത്താവ് നിങ്ങളെ നടത്തും. ഉണ്മാനും ഉടുപ്പാനുമുള്ള സകലതും നിങ്ങൾക്ക് വേണ്ടതൊക്കെയും കരുതി നിങ്ങളെ നടത്തും. നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും കർത്താവ് മാനിക്കുവാനിടയത്തിൽ തിരുവചന കർത്താവ് അവരെ അയക്കുമ്പോൾ പറഞ്ഞ് നിങ്ങൾ വടിയോ പൊക്കണമോ ഒന്നും എടുക്കണ്ട, നിങ്ങൾ പോകുന്നിടത്ത് ഞാൻ നിങ്ങൾക്കായി കരുതും എന്നാണ് പറഞ്ഞത്. നമ്മുടെ ദൈവം കരുതുന്നവനാണ്. യഹോവ ഈരേ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും അവന്റെ കരുതലുണ്ടായിരിക്കും.
ക്രിസ്തുവിനെ പിൻപറ്റി മനുഷ്യരെ പിടിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട നിങ്ങളുടെ പ്രൊഫഷൻ ഏതായിക്കോട്ടെ, നിങ്ങൾ ഏത് നിലയിലാണ് നിൽക്കുന്നത്, അവിടെ നിങ്ങൾ ശോഭിക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കുന്നവരും ആയിത്തീരുവാനും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും. അതിന് യാതൊരുവിധ തർക്കവുമില്ല. അതുകൊണ്ട് ഈ പ്രഭാതം എന്നെ കാണുന്ന മാന്യ സഹോദരങ്ങളോട് ഇന്ന് ഉറപ്പായും പറയാം, 2024 ഒരു കൊയ്ത്തിന്റെ വർഷമായി നിങ്ങളുടെ ജീവിതത്തിൽ തീരട്ടെ. നിങ്ങളുടെ പാതകളെ അവൻ പുഷ്ടിയുള്ളതാക്കി തീർക്കും. തിരുവചനം പറയുന്നത് നന്മയുടെ, നമ്മൾ ഈ വർഷം എടുത്ത വാഗ്ദത്ത വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, നന്മ കൊണ്ട് ഞാൻ നിന്റെ സംവത്സരങ്ങളെ അലങ്കരിക്കുമെന്നാണ്. നന്മയുടെ കിരീടമെന്നാണ്. നന്മയുടെ കിരീടം നിന്നെ അണിയിക്കുന്ന വർഷമായി ഇത് മാറും. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്ന പാതകളായി മാറുവാനിടയിൽ ക്രിസ്തു എന്ന പാതയിലൂടെ യാത്ര ചെയ്യുന്ന, അവനെ പിൻഗമിക്കുന്ന, അവനെ അനുഗമിക്കാനാണ് പറഞ്ഞത്. അവനെ അനുഗമിക്കുന്നവരുടെ പാതകൾ ക്രിസ്തുവാകുന്ന നന്മ കൊണ്ട് പുഷ്ടി പൊഴിക്കപ്പെടുന്നതായിരിക്കും. അവിടെ നിനക്ക് അല്ലലുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും പിറുപിറുപ്പിനും അവസരമില്ല. അവിടെ ദൈവത്തെ പിൻപറ്റി വിശ്വസ്തയോടെ പിൻഗമിക്കുന്ന നിങ്ങളുടെ ജീവിതം പുഷ്ടിയുള്ളതായി തീരും. ഇന്ന് ഏത് ശൂന്യമണ്ഡലത്തിലാണ് നിൽക്കുന്നെങ്കിലും കർത്താവിന് വേണ്ടി നിങ്ങൾ ഇറങ്ങും. നിങ്ങളുടെ ജീവിതം നിറവുള്ളതായി തീരും. ഏത് പരാജയങ്ങളിലാണ് നിൽക്കുന്നെങ്കിലും കർത്താവിന്റെ വഴിയിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടാം. നിങ്ങളുടെ ജീവിതം ജയോത്സവമായി ക്രിസ്തുവിലൂടെ നടത്തും. പിതാവ് പറഞ്ഞ ക്രിസ്തു യേശു മുഴുവൻ ജയോത്സവമായി നിങ്ങളെ നടത്തുന്നു എന്നാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ എല്ലായിടത്തും എല്ലായ്പ്പോഴും നിങ്ങൾക്ക് പൂർണ്ണ ജയം തരുമെന്ന് പറഞ്ഞു. ആ പിതാവിനെയാണ് നമ്മൾ പിൻപറ്റിയിരിക്കുന്നത്. ആ കർത്താവിന്റെ വഴിയിലാണ് നാം നടക്കുന്നത്. പൂർണ്ണ ജയം നിങ്ങളുടെ അവകാശമാണ്. 2024 നിങ്ങൾക്ക് പരാജയപ്പെടുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് പരിഭവിപ്പാൻ ഇടവരത്തില്ല. നിങ്ങൾക്ക് സ്തോത്രം പിറുപിറുക്കുവാൻ ഇടവരത്തില്ല. നിരാശയോടെ ഇരിപ്പാൻ ദൈവം നിങ്ങളെ അനുവദിക്കത്തില്ല. കാരണം നിങ്ങൾ അവനെ അനുഗമിക്കാൻ അവൻ പറഞ്ഞു, നിങ്ങൾ അനുഗമിച്ചു. എന്റെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ട് നിങ്ങൾ അനുഗമിക്കപ്പെട്ടവരാ. നിങ്ങൾ യാദർശികമായി വന്നവരല്ല. ക്രിസ്തു നിങ്ങളെ ക്ഷണിച്ചതാ, നിങ്ങൾ വന്നതാ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരായി, ദൈവരാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരായി, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരായി, ദൈവരാജ്യത്തെ പ്രഘോഷിക്കുന്നവരായി, ദൈവരാജ്യത്തെ പ്രൊക്ലൈം ചെയ്യുന്നവരായി, ദൈവരാജ്യത്തിന്റെ പ്രചാരകരായി, ദൈവരാജ്യത്തിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നവരായി നമുക്ക് ഒരുമിച്ച് തീരുവാൻ കഴിയട്ടെ. ആ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിന്റെ പാത എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പാതയാണ്. ആ പാതയെ പറ്റി ഈ വാഗ്ദത്ത വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്ന പാതകളായിത്തീരും. നിന്റെ സംവത്സരങ്ങൾ നന്മ കൊണ്ട് ഞാൻ അലങ്കരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങളോട് പറയട്ടെ, കർത്താവ് അനുഗമിക്കാൻ വിളിച്ചിട്ടുണ്ടോ? യേശുവെ എന്ന് വിളിച്ച് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഒന്നിലും ആവലാതിപ്പെടണ്ട. തലമുറയുടെ കാര്യത്തിലും, നിങ്ങളുടെ കുടുംബജീവിതത്തിലും, നിങ്ങളുടെ വരുമാനത്തിലും, നിങ്ങളുടെ ജോലിയിലും, നിങ്ങളുടെ ആരോഗ്യത്തിലുമൊക്കെ ആ ദൈവത്തിന്റെ സൗരഭ്യവും മഹത്വവും ശക്തിയും വെളിപ്പെടുവാനിടയായിത്തീരും. പുഷ്ടി പൊഴിക്കപ്പെടും നിങ്ങളുടെ പാതകൾ. ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞാൽ പുഷ്ടി പൊഴിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഡ്രിപ് അബൻഡൻസ് ഇംഗ്ലീഷ് വേർഷനിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം നിങ്ങളുടെ പാതകളിൽ ദൈവം കൽപ്പിക്കും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവായ യേശുവിന്റെ നാമത്തിൽ തിരുസലിലേക്ക് വരിക. കൃപയുടെ കരങ്ങൾ കൊണ്ട് ഞങ്ങളെ അവിടുന്ന് മൂടുന്നു. കർത്താവെ പ്രാർത്ഥിക്കും. എന്റെ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഇന്ന് കർത്താവ് ഈ പ്രഭാതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കും. കർത്താവ് ഐശ്വര്യമായി നടത്തണമേ, അനുഗ്രഹമായി അവരെ പുലർത്തണമേ. വഴികളിൽ കർത്താവെ നിറവുകളെ കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളങ്കരങ്ങളിൽ തിരികെയാണ് കർത്താവെ ഞങ്ങൾക്ക് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരായി, കർത്താവ് ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചം പകരുവാൻ, ബന്ധിക്കപ്പെട്ടവരെ വിടുവിക്കുവാൻ, കർത്താവെ നിത്യതയുടെ അവകാശ പദവിയിലേക്ക് മാന്യ സഹോദരങ്ങൾക്ക് ഇൻവിറ്റേഷനായി പുറപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ വാക്കുകളിൽ യേശുവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ. ജീവിതങ്ങൾ ആകർഷിക്കപ്പെടുവാനിടയാകട്ടെ. കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് തിരികെയാണ്. ഭാരത്തോടെയും രോഗത്തോടെയും ദുഃഖത്തോടെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ സമാധാനവും ആശ്വാസവും വരണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ജീവിതങ്ങളിൽ ഉള്ള കെട്ടുകളെ ഞാൻ അഴിച്ചു മാറ്റുക, അവരെ ഞാൻ സ്വതന്ത്രമാക്കുകയാണ്. ആദ്യമായി കേൾക്കുന്നവരെ ക്രിസ്തുവിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്. അവരുടെ ഹൃദയങ്ങൾ ക്രിസ്തുവിലേക്ക് ലയിക്കപ്പെടുവാനിടയാകട്ടെ. അവർ ദൈവരാജ്യത്തിന്റെ പദവി, മക്കളെന്ന പദവി പ്രാപിക്കുവാനിടയായി തീരട്ടെ. ഉള്ളങ്കരങ്ങളിൽ ഓരോ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരുണയുടെ കരങ്ങൾ കൊണ്ട് അവരെ തുടരണം. ഇന്നത്തെ അവരുടെ ആവലാദികൾ നാളത്തെ അവരുടെ ആനന്ദ നൃത്തത്തിനുള്ള സാക്ഷ്യമാക്കി മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം. കെട്ടുകൾ അഴിയപ്പെടുമാറാട്ടെ, ചെങ്ങലകൾ പൊട്ടി മാറിപ്പെടട്ടെ, ദുരിതങ്ങൾ മാറട്ടെ, കൃപ കൊണ്ട് അവർ നിറയ്ക്കപ്പെടുമാറാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഉള്ളങ്കരങ്ങളിലേക്ക് ചേർത്ത് ഏൽപ്പിക്കുക. പിതാവോടുന്ന പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കും. എന്റെ സഹോദരങ്ങൾക്കായി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കും. കർത്താവേ, സ്വന്തം വിവാഹം നടക്കുവാനുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ അയർലൻഡിലുള്ള ജിൻസി സഹോദരിക്ക് അനുഗ്രഹമായ ഒരു വിവാഹ ബന്ധമുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സുസുമയ ബ്രാഹ്മ സിസ്റ്റർ കർത്താവെ മോന്റെ വിവാഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോളി ബദലിന്റെ മോനായി പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വന്തം അനുഗ്രഹമായ വിവാഹം ഉണ്ടാകട്ടെ.
കർത്താവ് ഞങ്ങളുടെ പ്രിയങ്കോശനമോൻ ഒരു നല്ല ബന്ധം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനായി പറയപ്പെട്ട ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ തിരികെയാണ്. കർത്താവ് ഞങ്ങളുടെ ജെസിസ്റ്റമോ മക്കൾക്ക് വിവാഹം ഉണ്ടാകട്ടെ. കർത്താവ് സ്വതന്ത്രം ഷാലിന്റെ കുടുംബത്തിൽ വിവാഹം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓരോ പ്രിയപ്പെട്ടവർക്കുമായി പ്രത്യേകമായി ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവർ എല്ലാം ജീവിതത്തിൽ ദൈവമഹത്വം കണ്ട് സന്തോഷിക്കാൻ വിവാഹത്തെ ഓർത്ത് ആശങ്കപ്പെടുന്ന സകല പ്രിയമുള്ളവരെയും പ്രായമായി സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായി നിൽക്കുന്ന അവരുടെ ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ വന്നു ചേരേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സ്തോത്രം. അതുപോലെ തന്നെ വസ്തു സംബന്ധമായ വിൽപ്പനകൾക്കായി കർത്താവെ ആഗ്രഹിക്കുകയും അത് അവരുടെ നന്മകൾക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിയുടെ ഫിലിപ്പച്ചാന്റെ വസ്തു കർത്താവ് ഇതിന്റെ അത് വിറ്റ് നല്ല കർത്താവ് മാന്യമായ അർഹമായ ഇത് കൊടുത്ത് കർത്താവ് വാങ്ങുവാനും തനിക്ക് നല്ലൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനും കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളുടെ പ്രിയങ്കോശാനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തന്റെ വസ്തുവിന്റെ ഇരുവശന് വിൽക്കുവാനൊക്കെ താൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവം അത് ക്രമപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മോനിയാന്റിയുടെ കർത്താവ് പത്തനംതിട്ടയിലുള്ള കർത്താവ് 2 ഏക്കർ സ്ഥലം വിൽക്കുവാനായിട്ട് താൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം അതിന് കർത്താവ് തക്കതായ ആൾക്കാരെ കൊണ്ടുവരട്ടെ. അതിന്റെ വിൽപ്പന നടക്കട്ടെ കർത്താവ് സ്വതം. അതുപോലെ കർത്താവ് ഞങ്ങളുടെ സാറാ ജോർജിന്റെ കർത്താവ് എസ് എബ്രാമിന്റെ അവരുടെ സ്ഥലത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്റെ വിൽപ്പനകൾ കർത്താവ് സ്വതം എടുത്തിട്ടിരിക്കുന്നത് വളരെ വേഗത്തിൽ നടക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളുടെ ഏബ്രഹാം ഫിലിപ്പിനായി പ്രാർത്ഥിക്കുന്നു. തന്റെ തിരുവല്ലായിൽ കർത്താവ് സ്വതന്ത്രം തന്റെ പെണ്ണുകുളത്തുള്ള സ്ഥലത്തിന്റെ കർത്താവ് വിൽപ്പനയ്ക്കായി പ്രിയപ്പെട്ട അച്ഛൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അതിന് നല്ല കർത്താവ് മാന്യമായ ഓഹരി കൊടുത്തത് വാങ്ങുവാൻ ആളെ കൊണ്ടിരുന്നത് കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് വസ്തു സംബന്ധമായ വിൽപ്പനകൾ അതുപോലെ ഭവനം മേടിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയും അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക, ഉള്ളങ്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ അതുപോലെ തന്നെ ഞങ്ങളുടെ കർത്താവ് സ്തോത്രം സുഖമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രിയപ്പെട്ട ഗീത സഹോദരിയുടെ ഹൗസ് ഓണർ യാസുവിന്റെ സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ആൽബർട്ടിനായും തന്റെ സഹോദരനായും പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗശൈലിയിലായിരിക്കുന്നല്ലോ ഐശ്വര്യ ആൽബർട്ടിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ കുടുംബത്തിലേക്ക് അയക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ അനിയനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിടുതൽ ആ കരങ്ങളിൽ ഉണ്ടാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് കാണുന്ന ഓൺലൈൻ കാണുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും ചേർന്ന കുഞ്ഞുങ്ങളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക. സഹോദരങ്ങളുടെ വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിന്ദു തലശ്ശേരി പ്രിയയുടെ കർത്താവെ മാമനായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു, സൗഖ്യമാക്കണം. ഹോസ്പിറ്റലിൽ നിന്ന് കർത്താവിനെ ഡിസ്ചാർജ് ആകുന്നു. പൂർണ്ണമായ വിടുതൽ തന്റെ കുടുംബത്തിൽ കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ മേൽക്കുട്ടിയാനി പറഞ്ഞ കർത്താവെ സ്തോത്രം. ജിപ്സിയുടെ സുഹൃത്തിന്റെ ഭർത്താവിനായി പ്രാർത്ഥിക്കുന്നു, സൗഖ്യത്തിനായി കർത്താവെ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുകയാണ് കർത്താവെ സ്തോത്രം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട യുക്രൈനിലുള്ള കുഞ്ഞുമോളാന്റിയുടെ കർത്താവെ മോന്റെ വിവാഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹമായ വിവാഹബന്ധം വന്ന കുഞ്ഞിന് ചേരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ സ്തോത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രിയപ്പെട്ട ബ്ലസ്സി തോമസിനായി കർത്താവെ സ്വതന്ത്രം പ്രാർത്ഥിക്കുന്നു. കെന്നത്ത് മോനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ എന്റെ എക്സാമിൽ അനുഗ്രഹമായ വിജയം കൊടുക്കുന്നതിനായി സ്തോത്രം. ഉള്ളങ്കരങ്ങളിൽ വഹിക്കപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ സാക്ഷ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും പറഞ്ഞിരിക്കുന്നതിന് മേൽ ദൈവത്തിന്റെ അത്ഭുതകരങ്ങൾ ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർ വിഷയങ്ങളിൽ ദൈവ മറുപടികൾ അയക്കേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ജോയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ശനിയായി പ്രാർത്ഥിക്കുന്നു. ജോയുടെ കർത്താവ് ഒരു ബിസിനസ് ഡീലുകൾ നടക്കേണ്ടതായിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവം തനിക്ക് വേണ്ടി കർത്താവെ സ്തോത്രം അതിന്റെ അധികാരികളുമായി ഇടപെട്ട് എത്രയും വേഗം അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തന്റെ ഭാരങ്ങളെല്ലാം മാഞ്ഞു പോകാൻ കർത്താവ് അത് ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഉള്ളങ്കരങ്ങളിൽ നൽകി അനുഗ്രഹിക്കുകയാണ് കർത്താവ്. ഇന്ന് ആരെങ്കിലുമൊക്കെ ആവശ്യഭാരത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥനയ്ക്കായി കാംക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. പൊന്നുവാന്റിക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തന്റെ സൗഖ്യം പൂർണ്ണമാകേണ്ടതിനായി, ആരോഗ്യം പൂർണ്ണമാകേണ്ടതിനായി, ബലത്തോടെ നിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുകയാണ് കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ സ്നാനപ്പെടുവാൻ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ 10-ാം തീയതി നടക്കുന്ന സ്നാനത്തിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി നടക്കുവാൻ തിരുവനന്തപുരത്ത് ഒരു നല്ല സ്ഥലം ഞങ്ങൾക്ക് ഒരുക്കി തരും. ഒരു ബാപ്റ്റിസ്റ്റിനുള്ള സ്ഥലം സൗകര്യങ്ങൾ ഒരുക്കണം. അതുപോലെ തന്നെ കർത്താവ് ബാംഗ്ലൂര് വരുന്ന മാസം 10-ാം തീയതി ഞങ്ങൾ ഫെബ്രുവരിയിൽ നടത്തുവാനിരിക്കുന്ന കർത്താവ് ബാപ്റ്റിസത്തിന് അവിടെ കർത്താവേ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്നാനക്കുളവും അതിനുള്ള ഒരു സൗകര്യവും ഒക്കെ ഒരുങ്ങി കിട്ടുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടുന്ന വ്യക്തികളെ അവിടെ കരുതുന്നതിനായി സ്തോത്രം. ഉള്ളങ്കരങ്ങളിലേക്ക് പുതിയ ആൾക്കാർ രക്ഷയിലേക്കും മാനസാന്തരത്തിലേക്കും വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്നലെ രക്ഷിക്കപ്പെട്ട സണ്ണിച്ചാനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നു. ആരോഗ്യവും കൃപയും ബലവും കൊടുക്കണമേ. സമ്പദ് മേഖലകൾ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതം അനുഗ്രഹിക്കണമേ. ഉള്ളങ്കരങ്ങളിൽ തിരികെയാണ് പിതാവ്. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ് സകല കുടുംബങ്ങളെയും. ഇന്ന് ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ കർത്താവേ.
കർത്താവ് വാർത്ത കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ചാനൽ 1 എല്ലാ മീറ്റിങ്ങുകൾക്കുമായി സ്തോത്രം ചെയ്തു. വൈകിട്ട് നടക്കുന്ന എല്ലാ കുടുംബ പ്രാർത്ഥനയും അനുഗ്രഹമായി തീരട്ടെ. അനേക സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി തീർന്നല്ലോ കർത്താവ്. ഇന്നലെ ജേസി സഹോദരിക്ക് കൊടുത്ത ആ സ്കിൻ അലർജിയുടെ പരിപൂർണ്ണ വിടുതലിനായി സ്തോത്രം. തന്റെ ശരീരത്തിലുണ്ടായിരുന്ന കർത്താവിയ ഗ്രോത്ത് അപ്രത്യക്ഷമായ അനുഗ്രഹമായ സാക്ഷ്യത്തിനായി സ്തോത്രം. അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ദൈനംദിനം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ കൂടി വരവ് കർത്താവ് അനേകർക്ക് അനുഗ്രഹമാട്ടെ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുകയാണ്. ആദ്യമായി കാണുന്ന സഹോദരങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു, കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ സൺഡേ ഫ്രൈഡേ മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹമാണ്. ഇന്ന് പകല് വെള്ളിയാഴ്ച മീറ്റിംഗ് നടക്കുന്നതിൽ ഏറ്റവും അനുഗ്രഹമാണ്. ഞങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് മീറ്റിങ്ങുകൾ അനുഗ്രഹമായിട്ട്, സ്ട്രീറ്റ് മീറ്റിങ്ങുകൾ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളുടെ സഹയാത്രികരും കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാ ദേവദാസന്മാരെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ മനഃപാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. തന്റെ കർത്താവ് ഒരു മോളുണ്ടായല്ലോ കർത്താവെ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഡെലിവറി നടന്നു. കുഞ്ഞും അമ്മയും സുഖമായിരിക്കുന്നല്ലോ. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചവരെ അനുഗ്രഹിക്കുകയാണ് കർത്താവ്. സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഉള്ളങ്കരങ്ങളിൽ ഓരോ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കും പിതാവ്. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ ദിവസത്തെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ പുറപ്പെടുന്നിടത്ത് അനുഗ്രഹവും ജയവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ധൈര്യത്തോടെ യേശുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് ഈ ദിവസം ഇറങ്ങി പുറപ്പെട്ടു. നിങ്ങൾക്ക് ജയമാണ് യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ്. God bless you. Love you, dear all.